നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ബോംബെ അല്ലെങ്കിൽ മുംബൈ എന്ന് പറയുന്ന നഗരത്തിന് എങ്ങനെയാണ് പേര് കിട്ടിയതെന്നറിയാമോ? നമുക്കറിയാം, മുംബൈ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയുടെ തലസ്ഥാനമാണ്. ബോംബെ എന്ന പേരിലാണ് അത് നേരത്തെ അറിയപ്പെട്ടിരുന്നത്. ബോംബെ എന്നുള്ള പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നല്ല ഉൾക്കടൽ എന്നാണ്. അതിൻ്റെ മൂലപദം എന്ന് പറയുന്നത് ബൊംബായും എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് പേരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് പോർച്ചുഗീസ് പേരവിടെ വന്നത്? ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഗുജറാത്ത് രാജവംശത്തിൻ്റെ കയ്യിൽ നിന്ന് പോർച്ചുഗീസുകാരെ യുദ്ധം ചെയ്ത് പിടിച്ചെടുത്ത ഏരിയയാണ്. അതിനുശേഷം 1662 ഇത് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വന്നു ചേർന്നു. അതായത് ചാൾസ് രണ്ടാമൻ രാജകുമാരൻ പോർച്ചുഗീസ് രാജകുമാരിയെ കല്യാണം കഴിച്ചപ്പോൾ അവർക്ക് കൊടുത്ത സ്ത്രീധനമായിട്ട് കൊടുത്തതാണ് ഈ നഗരം. എന്താല്ലേ? 1996 ഇതിന് മുംബൈ എന്ന് പേരായി. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. മുംബ ദേവി എന്ന് പറയുന്ന ദേവിയുടെ പേരും അതിൻ്റെ കൂടെ അമ്മ എന്നുള്ള പേരും കൂടെ ചേർത്തിട്ടാണ് മുംബൈ എന്നുള്ള പേര് അവിടെ വന്നത്. അപ്പോൾ നാളെ ബോംബെ അല്ലെ മുംബൈ എന്ന് കേൾക്കുമ്പോൾ ഇതിൻ്റെ ചരിത്രത്തെ പറ്റി ഓർക്കുമല്ലോ. ഇവിടെ ഇപ്പോൾ സന്ധ്യയായപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടോ മൂവന്തി, ത്രിസന്ധ്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേർഡുകൾ? എല്ലാം അർത്ഥം ഒന്ന് തന്നെയാണ്. എൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? അറിയാമെങ്കിൽ കമൻ്റായിട്ട് കുറിക്കുക, അല്ലെങ്കിൽ നമുക്ക് നാളെ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു പോകാം.